ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് മത്തിക്കറി വെക്കുക കേട്ടോ. മത്തി മാങ്ങ ഇട്ടിട്ട് വെക്കുകയാണ്. അപ്പോൾ വേണ്ട സാധനങ്ങൾ മത്തി, പിന്നെ മാങ്ങ മുറിച്ചത്, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി വേണ്ടവർക്ക് ചേർക്കാം, പിന്നെ ഇഞ്ചി, പിന്നെ പെരിഞ്ജീരകം. അപ്പോൾ ഇത് അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകം കൂടി ചതച്ചതാട്ടോ വഴറ്റാൻ പോണത്. വഴറ്റാൻ വെച്ച് ഇപ്പോൾ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് വേപ്പില ഇടാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം, ഇനി മുറിച്ച് വെച്ച മാങ്ങ ചേർക്കാം. ഇനി 1.5 സ്പൂണ് മുളക് പൊടി ഇടാം. 1.5 അല്ല 2 സ്പൂണ് മുളക് പൊടി. ഒരു സ്പൂണ് കാശ്മീരി മുളക്. മുളക് പൊടി എരിവ് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ചെറിയ തക്കാളി മുറിച്ചത്. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിടാം. അടച്ച് വയ്ക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കാം. നന്നായി വെന്ത് വരാറായി. ഇനി കുറച്ച് ഉലുവപ്പൊടി ഇടാം. കറിക്ക് മണവും രുചിയും കിട്ടും. കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇലയും ഇട്ടിട്ട് സ്റ്റവ് ഓഫ് ആക്കാം. മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കാം.